എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഗുണനക്രിയയും ഹരണക്രിയയും ഉപയോഗപ്പെടുത്തി ചെയ്യാനുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു പേപ്പറും പേനയും നിങ്ങളുടെ മുന്നിൽ വെക്കണം. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ആദ്യം നിങ്ങൾ സ്വന്തമായി ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കണം. എന്നിട്ട് മാത്രം നമ്മുടെ ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ 150 കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലാസ്സിൽ ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ്. ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 150 കിട്ടിയത്. എങ്കിൽ ആ സംഖ്യയുടെ അടുത്ത സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ സംഖ്യ ഏതെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം എ എന്നുള്ളൊരു സംഖ്യയെ എടുക്കാം. ആ എ എന്ന സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ 150 കിട്ടി. അങ്ങനെയാണെങ്കിൽ താഴെ തൊട്ട അടുത്ത സംഖ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എ എന്നുള്ളതിന് എന്ത് മാറ്റമാണ് വരുന്നത്? 1 കൂടും. ഓക്കെ, അപ്പോൾ ആ 1 കൂടിക്കഴിഞ്ഞാൽ ഈ ഗുണനക്രിയയിൽ എന്ത് മാറ്റം വരും? ഇവിടെയുള്ള സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 150 തന്നെ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് മാറ്റം സംഭവിച്ചത്? ഒരു 1 കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഉത്തരത്തിലും അവിടെ കൂടും. ഈ 1 കൊണ്ട് 6നെ ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ് കൂടുന്നത്? 6 കൂടുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിട്ടാണ് മാറുക? 156 മാറും. ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് സംഖ്യയെയാണ് ഗുണിച്ചത് എന്ന് കണ്ടെത്തേണ്ട ആവശ്യമില്ല. 1 കൂടുന്നത് അല്ലേ? അപ്പോൾ 6 ഗുണനക്രിയ കഴിയുമ്പോൾ കൂടുതലായിട്ട് വരിക. അപ്പോൾ ആദ്യത്തെ ഉത്തരമായ 150ൻ്റെ കൂടെ ഈ അധികം വന്ന 6 കൂടി കൂട്ടി നമുക്ക് എത്ര ഉത്തരം കിട്ടും? 156 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. 936 ഗുണിക്കണം 50 എന്ന ഗുണനക്രിയയ്ക്ക് തുല്യമായ ശരിയായ രൂപം ഏതാണ്? ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അതേ മോഡലിലുള്ള ചോദ്യമാണ്. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? 935 ഗുണിക്കണം 50. ഇതിന് തുല്യമായി വരുന്ന ക്രിയകൾ താഴെ നിന്ന് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. കണ്ടെത്താനുള്ള വഴി നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകിൽ 935 2 ഭാഗങ്ങളിലും ഫിക്സഡായി നിൽക്കണം. എന്നിട്ട് മറുഭാഗത്തുള്ളത് കൂട്ടിയാലോ കുറച്ചാലോ നമുക്ക് 50 കിട്ടണം. ഇനി അതുമല്ലെങ്കിൽ ഈ 50 ഫിക്സഡ് ആയിരിക്കണം. ഇടത് ഭാഗത്തുള്ള സംഖ്യകൾ കൂട്ടിയാലോ കുറച്ചാലോ 935 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ 935 ഗുണിക്കണം 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 50നെ 935 തവണ ഗുണിക്കുന്നതാണ്. അതുമല്ലേ നമുക്ക് എങ്ങനെയും പറയാം? 935നെ 50 തവണ ഗുണിക്കുന്നതായിട്ടും നമുക്ക് 2 ചെയ്താൽ ഒരേ ഉത്തരമാണ് കിട്ടുക അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും പരിശോധിക്കാം. ഇവിടെ 900 ഗുണിക്കണം 50, ഇവിടെ 50 ഉണ്ട്, ഇവിടെ 50 ഫിക്സഡ് ആണ് അല്ലേ? ഇവിടെ 900 തവണ 50നെ ഗുണിച്ചു. ഇവിടെയോ 36 തവണ 50നെ ഗുണിച്ചു. അപ്പോൾ ആകെ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 900 തവണയും 36 തവണയും. 936 തവണ 50നെ ഗുണിച്ചതിന് തുല്യമല്ലേ? അപ്പോൾ ഇതല്ലേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ ക്രിയ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണ്, മാച്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കാം. ഇവിടെ 936 40 തവണയാണുള്ളത്. ഇവിടെയോ 936 തന്നെ 10 തവണയുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 40ഉം 10ഉം 50 തവണയാകും. അവിടെ എന്ത് കിട്ടും? 936 50 തവണ കിട്ടും. അത് തന്നെയല്ലേ നമ്മുടെ ചോദ്യത്തിലുള്ള ക്രിയയും? യെസ്. അപ്പോൾ ഇതും ശരിയാണ്. അടുത്തത് 900 30 തവണയാണുള്ളത്. പക്ഷേ ഇവിടെയുള്ളത് 900 20 തവണയല്ല, 36 20 തവണയാണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, തെറ്റിടാം. അടുത്തത് നോക്കാം. ഇവിടെ 936 25 തവണയുണ്ട്. ഇവിടെയോ 936 25 തവണയുണ്ട്. അപ്പോൾ 25 25 50 തവണയോ 50 തവണയോ ഒരേ സംഖ്യ തന്നെ 936 തന്നെയല്ലേ? അപ്പോൾ എന്ത് തന്നെയാണ്? 936 50 തവണ തന്നെയാണ്. അപ്പോൾ ഇതും ശരിയായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ? 1 2 4 എന്നിവയാണ്. അപ്പോൾ ഓപ്ഷൻ
സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ കാണുന്ന രീതിയിലുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഇട്ട ചോദ്യത്തിലും ഈ ഒരു രീതിയിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു. നമുക്കിനി അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഉത്തരം 160 എന്ന് കിട്ടി. സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന യഥാർത്ഥ ഉത്തരം എത്രയാകുമായിരുന്നു? ഓക്കെ, ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ചോദ്യമാണ്. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുകയായിരുന്നു വേണ്ടത്. ഓക്കെ, പക്ഷെ എന്താണ് ചെയ്തത്? അതിന് പകരം ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 160. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതുപോലെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന യഥാർത്ഥ ഉത്തരമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇവിടെ ഒന്നാമത്തതിൽ നമ്മൾ ആ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുകയായിരുന്നു വേണ്ടത് ഉത്തരം കണ്ടെത്താൻ. പക്ഷേ എന്ത് പറ്റിപ്പോയി? രണ്ടാമത്തതിൽ നോക്കുമ്പോൾ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചു പോയി. അങ്ങനെ 160 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സിൽ പോവുകയാണ് വേണ്ടത്. ഇവിടെ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു, എന്നിട്ടാണ് 160 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താൻ നമുക്ക് എന്ത് വഴിയുണ്ട്? ഈ 160നെ 2 കൊണ്ട് ഹരിച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് ഈ സംഖ്യ ഏതാണെന്ന് കിട്ടും. നമ്മൾ റിവേഴ്സ് ഗിയറിൽ തിരിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 160നെ 2 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഹരിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ടാകും. 16നെ 2 കൊണ്ട് ഹരിച്ചു, നമുക്ക് 8 കിട്ടി. പിന്നെ ആ 0 ചേർത്ത് കൊടുത്തു. എത്രയാണ്? 80 ലഭിച്ചു. 80 ഉത്തരം? അല്ല, നമ്മളിവിടെ ഓപ്ഷൻ എ 80. ഇവിടെ 80 കിട്ടി. നേരിട്ട് നമ്മൾ അത് പോയി ടിക്ക് ചെയ്യരുത്. എന്താണ് ചോദ്യം? സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന യഥാർത്ഥ ഉത്തരം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് സംഖ്യ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യം ഹരിക്കേണ്ടിയിരുന്ന സംഖ്യ ആയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കണം. 80നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണെന്ന് നമുക്ക് വളരെ എളുപ്പമാണ്. ആർക്കും ചെയ്യാതെ തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. 8ന്റെ പകുതി കാണുകയാണല്ലേ. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ പകുതി കാണുകയാണ്. അപ്പം 80ന്റെ പകുതി എത്രയാണ്? 40. 8ന്റെ പകുതി 4. പിന്നെ നമ്മൾ ആ 0 കൂടി ചേർത്ത് കൊടുത്തു, 40 കിട്ടി. ഓപ്ഷൻ ബിയിൽ നമുക്ക് ആ ഉത്തരം കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 80 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ഉത്തരമൊക്കെ കിട്ടിക്കഴിഞ്ഞു. 80 കിട്ടി എന്നുള്ള ധാരണയിൽ അത് ശരിയാണെന്ന് കരുതി പോകരുത്. ചോദ്യം മുഴുവനായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കുക. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് മുഴുവനായി ചെയ്തിട്ട് മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു. ഉത്തരം 160 കിട്ടി. പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എത്രയാകുമായിരുന്നു? നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിലുള്ള ചോദ്യമാണ്, പക്ഷെ അതിൽ ചെയ്ത ക്രിയകളിൽ മാറ്റമുണ്ട് അല്ലേ. ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? സംഖ്യയെ പകുതി കാണും. സംഖ്യയുടെ പകുതി കാണുക എന്നാൽ ക്രിയാരൂപത്തിൽ ഏതാണ്? 2 കൊണ്ട് ഹരിക്കണം. ഇതായിരുന്നു നമുക്ക് വേണ്ട ഉത്തരം. പക്ഷേ എന്താണ് ചെയ്തത്? ആ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു. 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 160 എന്ന് ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ പോവാണ്. ഇവിടെ ഈ സംഖ്യയെ രണ്ടാമത്തതിൽ ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 160 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 160നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടും. അപ്പോൾ 160നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ച് നോക്കാം. അതും അല്ലെങ്കിൽ എളുപ്പ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 16നെ 4 കൊണ്ട് ഹരിച്ച് നമുക്ക് 4 കിട്ടും. പിന്നെ എന്ത് ചെയ്തു? 0 ചേർത്ത് കൊടുത്തു. നമുക്ക് 40 ഉത്തരം. നിങ്ങൾക്ക് ഉത്തരത്തിൽ സംശയമുണ്ട്, ഇവിടെ ഗുണിച്ച് നോക്കാം. 4 ഗുണിക്കണം 4, 16 കിട്ടി. അതിൻ്റെ കൂടെ ഈ 0 ചേർത്ത് 160 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ സംഖ്യ ഏതാണ്? 40 എന്ന് കരുതി ഇവിടെയുള്ള 40ൽ ടിക്കിടാൻ പാടുണ്ടോ? ഇല്ല, നമ്മുടെ ചോദ്യം തീർന്നിട്ടില്ല. നമ്മൾ ആ സംഖ്യയെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി കണ്ടെത്തണം. 40ൻ്റെ പകുതി എത്രയാണ്? അതെ, 20. എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 64 കിട്ടി. എങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ടാണ് ഗുണിച്ചിരുന്നതെങ്കിൽ ഉത്തരം എത്ര കിട്ടുമായിരുന്നു? നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്, പക്ഷേ ക്രിയയിൽ മാറ്റം വന്നു. ഓക്കെ,
അപ്പോൾ അതും നമുക്ക് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്തു നോക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ടായിരുന്നു നമുക്ക് ഗുണിക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു നമുക്കിവിടെ ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്ന ക്രിയ. പക്ഷെ എന്ത് ചെയ്തു പോയി? ആ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു പോയി, 64 കിട്ടി. അപ്പോൾ സംഖ്യ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ 64നെ 4 കൊണ്ട് ഹരിക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു. 64നെ 4 കൊണ്ട് നിങ്ങൾക്ക് ഹരിച്ച് നോക്കാം. 4 ഒരു 4 4 2 കിട്ടി. 4നെ താഴെ ഇറക്കി വെച്ചു. 24 എത്ര 4 ഉണ്ട്? 6 4 24. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? 16ആണ്. സംഖ്യ എത്രയാണ്? 16ആണ്. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 16നെ 3 കൊണ്ട് ഗുണിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം. 16 ഗുണിക്കണം 3, 3 6 18, 1 3 1 3 1 4. ഓക്കെ, എത്രയാണ് കിട്ടിയത്? ഉത്തരം 48ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ? നമ്മളവിടെ ടിക്കറ്റ് വെച്ചു. അടുത്ത ചോദ്യം, 8 നോട്ട് ബുക്കിന് 120 രൂപയാണെങ്കിൽ ഇത്തരത്തിലുള്ള 20 നോട്ട് ബുക്കുകൾ വാങ്ങാൻ എത്ര രൂപ നൽകണം? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 8 നോട്ട് ബുക്കുകൾക്ക് 120 രൂപയാണ്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? 20 നോട്ട് ബുക്കുകൾ വാങ്ങാൻ എത്ര രൂപയാകും? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ കണ്ടെത്താം. ഒന്നുകിൽ 8 നോട്ടുകൾക്ക് 120 ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിന് എത്രയാകുമെന്ന് കണ്ടെത്തിയിട്ട് 120നെ 8 കൊണ്ട് ഹരിച്ചിട്ട് ഉത്തരം കണ്ടെത്തിയിട്ട് 20 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് 20 നോട്ടുകളുടെ വില കണ്ടെത്താം. ഓക്കെ, ഇനി അതല്ലാതെ ഇവിടെ സംഖ്യകൾ തമ്മിൽ നമുക്ക് ചെറിയൊരു ബന്ധം കണ്ടെത്താം. 20ലേക്ക് നമുക്ക് എങ്ങനെ എത്താം? 8ഉം 8ഉം 16, അതിൻ്റെ കൂടെ 8ൻ്റെ പകുതിയായ 4 അല്ലേ? അപ്പോൾ നമുക്ക് 20 നോട്ടുകൾ കിട്ടും. 8 നോട്ട് ബുക്കുകൾക്ക് എത്ര രൂപയാണ് വില? 120 ആണ്. അപ്പോൾ അടുത്ത 8നും എത്ര തന്നെ? 120. ഇനി 8ന് 120 ആണെങ്കിൽ 4ന് എത്രയായിരിക്കും? ആ 120ൻ്റെ പകുതിയല്ലേ? അല്ലേ? 120ൻ്റെ പകുതി എത്രയാണ്? 60ആണ്. അപ്പോൾ എല്ലാം കൂടെ എത്ര കിട്ടും? 120ഉം 120 240, 240ഉം 60ഉം നമുക്ക് 300 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്രിയ ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താം. 20 നോട്ടുകളുടെ വില എത്രയാണ്? 300 രൂപയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, അപ്പു കുറച്ച് മിഠായികൾ വാങ്ങി. മിഠായികളുടെ എണ്ണം 10നും 20നും ഇടയിലാണ്. അവൻ അതിൻ്റെ പകുതി ഭാഗം തൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അവൾക്ക് കിട്ടിയ മിഠായികൾ തൻ്റെ 3 കൂട്ടുകാർക്കും അപ്പു ബാക്കിയുള്ള തൻ്റെ പകുതി ഭാഗം തൻ്റെ 2 കൂട്ടുകാർക്കും തുല്യമായി വീതിച്ചു നൽകി. എങ്കിൽ അപ്പു വാങ്ങിയ ആകെ മിഠായികളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുള്ളൊരു ചോദ്യമാണ്, അതിൻ്റെ മാതൃകയിലുള്ള മറ്റൊരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടെത്താൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 10നും 20നും ഇടയിലാണ് എണ്ണം. അപ്പോൾ 10നും 20നും ഇടയിലുള്ള എണ്ണങ്ങൾ ഏതൊക്കെയാണ്? 11, 12, 13, 14, 15, 16, 17, 18, 19. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണങ്ങളിൽ ഏതോ ഒന്നാണ് അപ്പു വാങ്ങിയ മിഠായികളുടെ എണ്ണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. പകുതി ഭാഗം തൻ്റെ അനിയത്തിക്ക് നൽകി. അപ്പോൾ നമുക്ക് നേർ പകുതിയാക്കാൻ പറ്റുന്ന സംഖ്യകളായിരിക്കണം. 11നെ നമുക്ക് നേർ പകുതി കൃത്യമായിട്ടുള്ള എണ്ണം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഒറ്റ സംഖ്യകളെ നമുക്കിവിടെ നിന്ന് ഒഴിവാക്കാം. ഇരട്ട സംഖ്യകളെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. 11 പോട്ടെ, 13 വേണ്ട, 15 വേണ്ട, 17 വേണ്ട, 19 വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കിയത്? നമുക്ക് ഇവയെ എന്ത് ചെയ്യാനാവില്ല? കൃത്യമായിട്ടൊരു പകുതിയാക്കാൻ സാധിക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ അനിയത്തി എന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയ മിഠായികൾ തൻ്റെ 3 കൂട്ടുകാർക്കും അപ്പു എന്ത് ചെയ്തു? ബാക്കിയുള്ള തൻ്റെ പകുതി ഭാഗം തൻ്റെ 2 കൂട്ടുകാർക്കും തുല്യമായി വീതിച്ചു നൽകി. അപ്പോൾ ഈ സംഖ്യ 12 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ്? 6 അല്ലേ? അപ്പോൾ 2 ആളുടെ കയ്യിലും 6 വീതമുണ്ട്. അനിയത്തി എന്ത് ചെയ്തു? ആദ്യം എഴുതിയത് അനിയത്തിയുടേതാണ്. ഓക്കെ, അനിയത്തി 3 പേർക്ക് കൊടുത്തു. എത്ര വെച്ച് കൊടുക്കാം? 2 2 2 എന്നിങ്ങനെ 3 പേർക്കും കൊടുക്കാം. അപ്പു ആണെങ്കിലോ 2 കൂട്ടുകാർക്കാണ് തുല്യമായി വീതിച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിലോ 6നെ നമുക്ക് എങ്ങനെ വീതിക്കാം? 3 3 എന്ന് വീതിക്കാം.
അപ്പോൾ ഇവിടെ 12 എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 14 അപ്പോൾ അനിയത്തിക്ക് 7, അപ്പുവിന് 7. ഈ 7നെ അനിയത്തിയുടെ 7നെ 3 പേർക്കായിട്ട് വീതം വെക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് സാധിക്കില്ല. ഈ 7നെ അപ്പുവിൻ്റെ 2 കൂട്ടുകാർക്ക് വീതം വെക്കാൻ സാധിക്കുമോ? അതും സാധിക്കില്ല. അപ്പോൾ 14 അല്ല. 16നെ നോക്കാം. 8ഉം 8ഉം ആകും, പകുതിയും പകുതിയും അവരെടുക്കുമ്പോൾ അല്ലേ. ഈ 8നെ 3 ഭാഗമാക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല, പറ്റില്ല. ഇവിടെ പകുതിയാക്കാം, 4ഉം 4ഉം വെച്ച് പകുതിയാക്കാം. പക്ഷേ അനിയത്തിക്ക് 3 പേർക്ക് വീതം വെച്ച് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 16ഉമല്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 19 ആകുമ്പോൾ ഓരോരുത്തർക്കും 9ഉം 9ഉമാണ് കിട്ടുക. അനിയത്തിക്ക് 3 3 3 എന്ന് വെച്ച് 9നെ 3 പേർക്ക് വീതിക്കാം. പക്ഷെ അപ്പുവിന് 9നെ 2 പേർക്ക് വീതിക്കാൻ സാധിക്കില്ല. അപ്പോൾ 18ഉമല്ല ഉത്തരം. ഇവിടെ ഏത് മാത്രമാണ് ഉത്തരം? 12 ശരി ഉത്തരം. ഓക്കെ, ചോദ്യം ആദ്യം തൊട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 10നും 20നും ഇടയിലാണ്. 12 10നും 20നും ഇടയിലാണ്. പകുതി ഭാഗം തൻ്റെ അനിയത്തിക്ക് കൊടുത്തു. 6 അനിയത്തിക്ക് കൊടുത്തു. ബാക്കി പകുതി അപ്പുവിൻ്റെ കയ്യിലുണ്ട് 6. അനിയത്തി കിട്ടിയ പകുതി, അതായത് 6 3 കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. 2 2 2 അങ്ങനെ നമുക്ക് 6 കിട്ടും. അപ്പു ആണെങ്കിലോ 2 കൂട്ടുകാർക്കാണ് തുല്യമായി വീതിച്ചത്, 3 3 കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ വീതിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഖ്യ ഏതാണ്? 12. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? 12. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 12 ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില ചോദ്യങ്ങളിൽ അവസാന ഭാഗത്ത് വരുന്ന സംഖ്യകൾ വന്നെന്ന് ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. സനൂപ് 1 ഡസൻ വീതമുള്ള 6 പാക്കറ്റ് പെൻസിലുകൾ വാങ്ങി. ഇവയെല്ലാം കൂടി 3 വീതമുള്ള ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റിയാൽ ആകെ എത്ര പാക്കറ്റുകൾ ലഭിക്കും? ഓക്കെ, അപ്പോൾ സനൂപ് എത്ര പെൻസിലുകളാണ് വാങ്ങിയത്? 12 വീതമുള്ള 6 പാക്കറ്റാണ്. ഡസൻ ഇവിടെ ചോദ്യത്തിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തു. ഡസൻ എന്നാൽ എന്താണ്? പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ 12 ആണെന്നുള്ള കാര്യം ബ്രാക്കറ്റിൽ ഉണ്ടാവില്ല. ഡസൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാകൂ. അപ്പോൾ ഡസൻ എന്നാൽ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഡസൻ എന്നാൽ 12 ആണ്. അപ്പോൾ അര ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12ൻ്റെ പകുതി 6 ലഭിക്കും. ഓക്കെ, അപ്പോൾ 12 വീതമുള്ള ഒരു ഡസനുള്ള 6 പാക്കറ്റുകളാണ് വാങ്ങിയത്. അപ്പോൾ ആകെ എത്ര പെൻസിലുകൾ ഉണ്ടെന്നിങ്ങനെ നമുക്ക് കണ്ടെത്താം. നമുക്ക് 6 കൊണ്ട് ഗുണിച്ച് നോക്കാം. 6 2 12, ബാക്കി 1, 1 6 6 1 7, 72 പെൻസിലുകളുണ്ട്. ഈ 72 പെൻസിലുകൾ എന്ത് ചെയ്യണം? 3 വീതമുള്ള പാക്കറ്റുകളാക്കണം. അപ്പോൾ ഈ 72ൽ നിന്ന് നമുക്ക് എത്ര തവണ 3 വീതം എടുക്കാമെന്നാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ തുല്യമായി വീതിക്കാനുള്ള ക്രിയ ഏതാണ്? ഹരണമാണ്. 72നെ എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 7ൽ എത്ര? 3 2 2 3 6. ഇപ്പോൾ 1 ബാലൻസ് വന്നു. 2നെ താഴേക്ക് ഇറക്കിയിട്ടു. 12ൽ എത്ര? 3 4 4 3 12 12 0. അപ്പോൾ നമ്മുടെ ഉത്തരം എവിടെയാണ് ഉണ്ടാവുക? മുകളിലാണ്. 24 ഉത്തരം. ഓക്കെ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്ക് 24 എന്ന ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കാം. ഇനി ഈ രീതിയിലല്ലാതെ നമുക്ക് വേറെയും ചെയ്യാം. 12 ഒരു പാക്കറ്റിലുള്ളത്. അതിനെ 3 ആക്കണം. അപ്പോൾ ഒരു പാക്കറ്റുള്ളതിനെ നമുക്ക് എത്ര എണ്ണമാക്കി മാറ്റാം? എത്ര പാക്കറ്റാക്കാൻ സാധിക്കും? 4 പാക്കറ്റുകളാക്കാം. 3 വീതമുള്ള 4 പാക്കറ്റുകളാക്കാം. അപ്പോൾ ഒരു പാക്കറ്റിനെ 4 പാക്കറ്റാക്കി. അത്തരത്തിൽ 6 പാക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? നമുക്ക് 24 തന്നെ കിട്ടും. ഓക്കെ, യെസ്. അവ 2 രീതിയിലും ചെയ്യാം. അടുത്ത ചോദ്യം. ഒരു കുടയുടെ വില 2 ഷർട്ടുകളുടെ വിലയ്ക്ക് തുല്യമാണ്. ഒരു ഷർട്ടിന് 300 രൂപയാണെങ്കിൽ ഒരു കുടയുടെ വില എത്ര? അപ്പോൾ എന്താണ്? നമുക്ക് ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ഒരു കുടയുടെ വില 2 ഷർട്ടുകളുടെ വിലയ്ക്ക് തുല്യമാണ്. നമുക്കിവിടെ എഴുതി വെക്കാം. ഒരു കുട. അപ്പോൾ ഒരു കുടയുടെ വില എന്തിന് തുല്യമാണ്? 2 ഷർട്ടുകൾക്ക് തുല്യമാണ്. 2 ഷർട്ടുകളുടെ വിലയ്ക്ക് തുല്യമാണ്. ഓക്കെ, ഒരു ഷർട്ടിന് 300 രൂപയാണെങ്കിൽ ഒരു കുടയുടെ വില എത്രയാണ്? ഒരു ഷർട്ടിന് എത്രയാണ്? 300 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 2 ഷർട്ടുകൾക്ക് എത്രയാകും? എത്രയാണ്? 600 രൂപയാണ്. അത് തന്നെയായിരിക്കില്ലേ ഒരു കുടയുടെ വില? ഓക്കെ, അപ്പോൾ ഒരു കുടയുടെ വില എത്രയാണ്? 2 ഷർട്ടുകളുടെ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഒരു കുടയുടെ വില 600 രൂപയാണ്. ഓപ്ഷൻ സി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. 10 കുട്ടികൾക്ക് നൽകാനായി 12 കിലോഗ്രാം ഓറഞ്ച് വാങ്ങി.
ആകെ 960 രൂപയാണ് നൽകിയതെങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പോൾ 12 കിലോഗ്രാം ഓറഞ്ചാണ് വാങ്ങിയത്, ആകെ 960, അതായത് 12 കിലോഗ്രാമിനും കൂടിയിട്ടാണ് 960 രൂപ ആയിട്ടുള്ളത്. ഓക്കെ, 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 80 രൂപയാണ്. നമുക്ക് പരിശോധിക്കാം. 960 ആണ് 12 കിലോഗ്രാമിനുള്ള വില. ഓക്കെ, ഇപ്പോൾ 960നെ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 9ൽ 12നെ ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ 96ൽ 12നെ എത്ര പ്രാവശ്യമുണ്ടെന്ന് നോക്കാം. 8 പ്രാവശ്യമാണ് വരിക. 8 10 80ഉം ബാക്കി 8 2 16ഉം. അപ്പോൾ 80ഉം 16ഉം 96, 8 തവണ വരും. ഓക്കെ, അപ്പോൾ 8 12 96 നമ്മൾ കുറച്ചു. എത്ര കിട്ടി? 0 കിട്ടി. നമ്മൾ 0നെ താഴോട്ട് ഇറക്കിയിട്ടിട്ട് നമുക്ക് ഹരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 മുകളിൽ നമ്മുടെ ഹരണഫലത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ എത്രയാണ് ഒരു കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില? 80 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്, നമുക്കവിടെ ശരിയിടാം. രണ്ടാമത്തത്, 5 കിലോഗ്രാം ഓറഞ്ച് വാങ്ങാൻ 400 രൂപ വേണം. 1 കിലോഗ്രാമിന് 80 ആണ്. അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാമിന് എത്രയാകും? നമുക്ക് ഗുണിച്ച് നോക്കാതെ തന്നെ നേരിട്ട് മനസ്സിൽ ഗുണിച്ചിട്ട് ചെയ്യാം. 5 8 40 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. എത്രയാണ് ഉത്തരം കിട്ടുക? 5 0 0 5 8 40, നമുക്ക് 400 കിട്ടും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 10 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 960 രൂപയേക്കാൾ കുറവാണ്. 1 കിലോഗ്രാമിന് അപ്പോൾ എത്ര രൂപയാണ്? 80 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാമിന് എത്രയാകുമെന്ന് കണ്ടെത്താൻ നമ്മൾ 80നെ 10 കൊണ്ട് ഗുണിക്കണം. 10 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? വലതുഭാഗത്ത് നമ്മളൊരു 0 ചേർത്ത് 800 ആണ്. ഇത് 960 രൂപയേക്കാൾ കുറവല്ലേ? അതെ, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ? 1 2 3 ഇവയെല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഒരു മേശ ഉണ്ടാക്കി വിറ്റപ്പോൾ രമേശിന് 4000 രൂപ ലഭിച്ചു. ലഭിച്ച തുക മുഴുവൻ 100 രൂപ നോട്ടുകളാണെങ്കിൽ ആകെ എത്ര നോട്ടുകൾ ഉണ്ടാകും? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക. ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തണം. അതുകൂടാതെ നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിച്ചു, അത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.